വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ചൈതന്യ പുരുഷോത്തമൻ. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ട് പുസ്തകത്തിലെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് പാർട്ട് പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. മാത്രമല്ല, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോന് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തിന് ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി എനാബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. The scholarship jacket. The small Texas school that I went to had a tradition carried out every year during the 18th grade graduation. A beautiful gold and green jacket was awarded to the class, valedictory the student who had maintained the highest grades for 8 years. The scholarship jacket had a big gold S on the left front side and your name written in gold letter on the pockets. അതായത് ഈ വ്യക്തി, അതായത് ഈ കഥ എഴുതിയിരുന്ന വ്യക്തി പഠിച്ച സ്കൂളിൽ ഒരു പരമ്പരാഗതമായിട്ടൊരു കാര്യം നടന്നു വന്നിരുന്നു. അതായത് 8 ഗ്രേഡ്സ്, അതായത് എല്ലാ കൊല്ലവും ഒരേ ഒരേ രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് ഒരു ഗോൾഡൻ ജാക്കറ്റ്, അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഹയസ്റ്റ് ഗ്രേഡ് വാങ്ങിക്കുന്ന കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ആ ജാക്കറ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതിലൊരു എസ് എന്ന് പറഞ്ഞ് ഗോൾഡൻ ലിപികളിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മാത്രമല്ല, അതിൻ്റെ അടുത്ത സൈഡിൽ നമ്മളുടെ, അതായത് ആർക്കാണോ കിട്ടുന്നത് ആ കുട്ടിയുടെ പേരും ഒരു ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. മൈ ഓൾഡസ്റ്റ് സിസ്റ്റർ റോസി ഹാഡ് വോൺ ദ jacket a few years back and I fully expected to also. അതായത് എൻ്റെ സിസ്റ്റർ റോസിക്ക് ഈ ഒരു ജാക്കറ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. I was 14 and in the 8th grade. I had been a straight A student since the first grade and this last year had looked forward very much to owning the jacket. അതായത് സ്ട്രൈറ്റ് ആയിട്ട് എല്ലാ കൊല്ലവും എ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജാക്കറ്റ് സ്വന്തമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മൈ ഫാദർ വാസ് എ ഫാം ലേബറർ ഹൂ കുഡിൻറ്റ് ഏൺ ഇനഫ് മണി ടു ഫീഡ് 8 children. അതായത് എൻ്റെ ഫാദർ ഒരു കൃഷിപ്പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ 8 കുട്ടികളെ പോറ്റാൻ മാത്രം അദ്ദേഹത്തിന് പൈസ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വെൻ ഐ വാസ് 6 ഐ വാസ് ഗിവൺ ടു മൈ ഗ്രാൻഡ് പേരൻസ് ടു റൈസ്. അതുകൊണ്ട് എനിക്ക് 6 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ നോക്കാൻ വേണ്ടി കൊടുത്തു. We couldn't participate in sports at school because there were registration fees, uniform cost and trips out of town. So even though our family was quite agile and athletic, there would never be school sports jacket for us. This one, the scholarship jacket, was our only chance. അതായത് സ്കൂളിലെ സ്പോർട്സിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അതിന് രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ യൂണിഫോം കോസ്റ്റ്, അതുപോലെ
ഇടയ്ക്ക് പുറത്ത് ടൗണിലൊക്കെ ട്രിപ്പ് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ സ്പോർട്സിൽ ഒരിക്കലും പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി, ഈ കുട്ടിയുടെ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും അത്ലറ്റിക്, അതിൽ ആരും വലിയ മികച്ചതായിരുന്നില്ല, അത്ലറ്റിക് മേഖലയിൽ ആരും മികച്ചതായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആകെയുള്ളൊരു ചാൻസ്, ഒരു ജാക്കറ്റ് കിട്ടാനുള്ള ആകെയുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്, അതായത് പഠിപ്പിൻ്റെ രീതിയിലുള്ള ഒരു ജാക്കറ്റ് മാത്രമേ അവർക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. In May, close to graduation, spring fever had struck as usual with a vengeance. No one paid any attention in class. അതായത് ഒരു സ്പ്രിംഗ് സീസണായ സമയത്ത് എന്താണ്, ആർക്കും ക്ലാസ്സിൽ അത്ര വലിയ ശ്രദ്ധ, കാരണം ആ ഒരു സീസണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം. അപ്പോൾ ആർക്കും ക്ലാസ്സിൽ എന്താണ് വലിയ അറ്റൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും. ഇൻസ്റ്റീഡ് വി സ്റ്റെയർഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് അറ്റ് ഈച്ച് അതർ വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്കേഴ്സ് സ്കൂൾ. അതായത് എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് എന്താണ് ദിവസങ്ങളും സമയങ്ങളും പോകട്ടെ എന്നൊരു ഒരു കാഴ്ചപ്പാടായിരുന്നു ആ സമയത്ത്. എല്ലാവർക്കും പെട്ടെന്ന് ദിവസങ്ങളൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു. ആ ലാസ്റ്റ് വീക്സ് ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തയായിരുന്നു എല്ലാവർക്കും. ഐ ഡിസപ്പിയർഡ് എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. ഞാൻ എപ്പോഴും മിററിൽ നോക്കുന്ന സമയത്ത് എന്താണ്, പെൻസിൽ തിൻ, നോട്ട് എ കർവ് എനിവേർ. ഐ വാസ് കോൾഡ് ബീൻ പോൾ. അതായത് എന്നെ എല്ലാവരും വിളിച്ചിരുന്നത് എന്തായിരുന്നു, എലുമ്പി എന്ന രീതിയിലായിരുന്നു എല്ലാവരും എന്നെ വിളിച്ചിരുന്നത്. കാരണം ഞാൻ കാണാൻ പെൻസിലിൻ്റെ തിൻ പോലെ ഉണ്ടായിരുന്നുള്ളൂ, പെൻസിലിൻ്റെ വണ്ണമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ കാണാൻ എന്താണ്, എലുമ്പി പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് സ്ട്രിങ് ബീൻ ഐ നോ ദാറ്റ്സ് വാട്ട് ലുക്ക്ഡ് ലൈക്ക്. അതായത് ശരിയാണ്, എനിക്കറിയാം ഞാൻ തിന്നാണ് എന്നൊക്കെ എനിക്കറിയാം. ദാറ്റ് റിയലി വാസിൻ മച്ച് ഫോർ 14 years old ടു വർക്ക് വിത്ത്. അതായത് ഒരു 14 years ഉള്ള ഒരു പെൺകുട്ടിക്ക് അതിന് എന്ത് ചെയ്യാൻ കഴിയും, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഐ തോട്ട് ആസ് ഐ ആബ്സെന്റ് മൈൻഡ്ലി വാണ്ടഡ് ഫ്രം എനി ഹിസ്റ്ററി ക്ലാസ് ടു ജിം. Another hour switching in basketball and displaying my toothpick legs was coming up. അതായത് ഹിസ്റ്ററി ക്ലാസ്സിൻ്റെ അടുത്ത അവറിൽ എന്തായിരുന്നു, ഒരു ബാസ്കറ്റ് ബോൾ പ്രാക്ടീസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്ന ടൈമിന് എന്തായിരുന്നു, എൻ്റെ ഷോട്ട്, അതായത് അതിന് വേണ്ട ബാസ്കറ്റ് ബോളിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. ദെൻ ഐ റിമെമ്പേർഡ് PE ഷോർട്സ് were still in a bag under my desk. അപ്പോഴാണ് ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് എൻ്റെ PE ഷോർട്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയി എന്ന് ഞാൻ ആലോചിച്ചത്. അതെൻ്റെ ബാഗിൻ്റെ ഡെസ്കിലാണ് ഉള്ളത്, ബാഗ് വെച്ചിരുന്ന അതിൻ്റെ അടിയിലാണ് ഉള്ളത് എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് എന്നാണ് പറയുന്നത്. വേർ ഐ ഹാഡ് ഫോർഗോട്ട് ദം, ഞാൻ അത് മറന്നുപോയി. ഐ ഹാഡ് ടു വോക്ക് ഓൾ ദ വേ ബാക്ക് ആൻഡ് ഗെറ്റ് ദം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, തിരിച്ച് വീണ്ടും അങ്ങോട്ട് ഈ നടന്ന അതേ വഴി ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, ക്ലാസ്സിലേക്ക് നടക്കണം. കോച്ച് തോംസൺ വാസ് ദ റിയൽ ബിയർ ഇഫ് സംവൺ വാസിൻ ഡ്രസ്ഡ് ഫോർ PE. അതായത് കോച്ചായ തോംസൺ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, റിയൽ ബിയർ, അതായത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അതായത് യൂണിഫോം ഇടാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്ത ഉറപ്പാണ്. അതുകൊണ്ട് അദ്ദേഹം റിയൽ ആയിട്ട് എന്ത് ചെയ്യും, ചീത്ത പറയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റിയൽ ബിയർ എന്ന് പറഞ്ഞ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഒരു വ്യക്തിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.
She had said I was good forward and even tried to talk grandma into letting me join to team once. എനിക്ക് ഈ ഒരു സ്ഥലത്ത്, അതായത് ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കാൻ നല്ല മികച്ച ഒരു കുട്ടിയായിരുന്നു, അതുകൊണ്ട് എന്നെ ടീമിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മദറിനോട് ചോദിച്ചപ്പോൾ എന്തായി? ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ, അതായത് ഗ്രാൻഡ്മ പറഞ്ഞു നോ എന്ന്. കാരണം എനിക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, പക്ഷെ ഗ്രാൻഡ്മ പറഞ്ഞു നോ എന്ന് ഗ്രാൻഡ്മ പറഞ്ഞെടുക്കണ്ടാവും സാറിനോട്. ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് അറ്റ് മൈ ക്ലാസ് റൂം ഡോർ വെൻ ഐ ഹേർഡ് വോയിസസ് റൈസഡ് ഇൻ ആങ്കർ ആസ് ഇഫ് ഇൻ സം സോർട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്. അതായത് ഞാൻ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ കിടക്കാൻ വേണ്ടി ക്ലാസ് റൂമിൻ്റെ വാതിലിൻ്റെ അടുത്ത് വരെ എത്തിയപ്പോഴാണ് അവിടെ കുറേ വോയിസസ് ഞാൻ കേട്ടത്, കുറേ ആർഗ്യുമെൻറ്റ്സ്, ദേഷ്യത്തിലും അങ്ങനെയുള്ള കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഞാൻ കേട്ടത്. അപ്പോൾ ഐ സ്റ്റോപ്പ്ഡ്, ഐ ഡിഡ്ന്റ് മീൻ എവർ സ്റ്റോപ്സ്, ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. അതായത് ഞാൻ അവിടെ നിന്നു, കാരണം രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാനത് അവിടെ നിന്നു. അപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കാണെങ്കിൽ പോകും വേണം, അതായത് ഐ നീഡ് ദോസ് ഷോർട്സ് ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. അതായത് എനിക്ക് പോവും വേണം, ലേറ്റ് ആവും ചെയ്യും. ലേറ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും? അവിടുന്ന് തോംസൺ സാർ ചീത്ത പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോവും വേണം, പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഡിഡ്ന്റ് വാണ്ട് ടു ഇൻറ്ററപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. അതായത് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ കയറാനും എനിക്ക് പറ്റുന്നില്ല, അവരുടെ ആർഗ്യുമെൻറ്റ്സ് തടസ്സമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയുന്നില്ല എൻ്റെ ടീച്ചേഴ്സിൻ്റെ. ഐ റെക്കഗ്നൈസ് ദോസ് വോയിസസ്. മിസ്റ്റർ ഷെമിറ്റ്, മൈ ഹിസ്റ്ററി ടീച്ചർ, and Mr. Boone, my math teacher, they seemed to be arguing about me. അതായത് ആ വോയിസ് കേട്ടിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു അത് ആരാണെന്ന്. ഒന്ന് മിസ്റ്റർ ഷെമിത്ത്, അതാരായിരുന്നു? എൻ്റെ ഹിസ്റ്ററി ടീച്ചറായിരുന്നു. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് മിസ്റ്റർ ബൂൺ, അദ്ദേഹം എൻ്റെ മാത്സ് ടീച്ചറായിരുന്നു. അപ്പോൾ അവർ ആരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ചെയ്യുന്നത്? എന്നെക്കുറിച്ചിട്ടാണ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്, എനിക്കത് വിശ്വസിക്കാനായില്ല. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഫീലിംഗ് ഓഫ് ഷോക്ക് ദാറ്റ് റൂട്ടഡ് മീ ഫ്ലാറ്റ് അഗെയിൻസ്റ്റ് ദ wall as if I were trying to blend with the graffiti written there. അതായത് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല, അത് എന്നെക്കുറിച്ച് തന്നെയാണെന്നുള്ളത് വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റില്ല. എനിക്കത് ഷോക്കായിരുന്നു. എന്ത് ചെയ്തു ഞാൻ? ആ വോൾ, അതായത് അവർ കാണാതെ എന്ത് ചെയ്തു? ആ ക്ലാസ് റൂമിൻ്റെ പുറത്തുള്ള വോളിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ അമർന്നു നിന്നു ഞാൻ. അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ അമർന്നു നിന്നു. ഐ റെഫ്യൂസ്ഡ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്. ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗൈൻ ടു കമ്പയർ ടു മാർത്താസ്. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവരുടെ ഫാമിലി, അവരുടെ ഫാദർ എന്താണെന്നോ അവരുടെ കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ് അവർ നോക്കുന്നത്? എന്താണ്? എൻ്റെ മാർക്കിൻ്റെ കമ്പയറാണ് ചെയ്യുന്നത്. ഐ വോണ്ട് ലൈ ഓർ falsify records. Martha has tried A+ average and you know it. അതായത് മാർത്ത എന്ന് പറയുന്നത് എന്താണ്? സ്ട്രൈറ്റ് ആയിട്ട് എന്താണ്? A+ നേടുന്ന ഒരു കുട്ടിയാണ്. ആവറേജ് ആയിട്ട് എന്താണ്? A+ നേടുന്ന ഒരു കുട്ടിയാണ്. അത് രണ്ടുപേരും തമ്മിലുള്ള ഡിസ്കഷനാണ് പറയുന്നത്. മാർത്ത എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ടീച്ചർ പറയാണ് എന്ത്? മാർത്ത എന്ന് പറയുന്ന കുട്ടി, മാർത്ത എന്ന് പറയുന്നത് ഈ പെൺകുട്ടീനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലത്തെ മെയിൻ കഥാപാത്രമായ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഈ പെൺകുട്ടീനെയാണ് മാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സ്റ്റോറി തന്നെയാണ് പറയുന്നത് ഇത്.
അപ്പോൾ മാർത്ത എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ട് A+ നേടുന്ന ഒരു കുട്ടിയാണ്. ദാറ്റ് വാസ് മിസ്റ്റർ ഷെമിത്ത് ആൻഡ് ഹീ സൗണ്ടഡ് വെരി ആംഗ്രി. മിസ്റ്റർ ബൂൺ വാസ് വോയിസ് സൗണ്ടഡ് കം. അതായത് അത് ഭയങ്കര ഷൗട്ടായിട്ടാണ് ആര് പറയുന്നത്, മിസ്റ്റർ ഷെമിത്ത് പറയുന്നത്. മാർത്ത എന്ന് പറഞ്ഞ കുട്ടി ആവറേജ് ആയിട്ട് A+ വാങ്ങുന്ന ഒരു കുട്ടിയാണ് എന്ന് എന്താണ് വളരെ ദേഷ്യത്തോടുകൂടി ഭയങ്കര സൗണ്ടോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ മിസ്റ്റർ ബൂൺ എങ്ങനെയാണ്, അവരുടെ സൗണ്ട് ഭയങ്കര കാമായിട്ട്, അതായത് സൈലന്റ് പോലെ അത്രയും പതിഞ്ഞ സ്വരത്തിലാണ് അവർ സംസാരിക്കുന്നത്. ആൻഡ് ക്വൈറ്റ്, അതായത് കാം ആൻഡ് ക്വൈറ്റ് എന്ന് പറയില്ലേ, അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള സംസാരമായിരുന്നു ആര്, മിസ്റ്റർ ബൂണിൻ്റെ. ലുക്ക്, ജോൺസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്, he owns the only store in town. We could say it was the close tie end. അതായത് എന്താണ്, മിസ്റ്റർ ജോൺ അതുപോലെ മാർത്തേനെ പോലെ തന്നെ ഒരു കുട്ടിയാണ് ഇത്, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ജോണും. അപ്പോൾ ജോണിൻ്റെ ഫാദർ എന്താണ് ശരിക്കും, അദ്ദേഹം ഈ ബോർഡിൽ, അതായത് സ്കൂളിലത്തെ ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ടൗണിൽ എന്തുണ്ട്, സ്വന്തമായിട്ട് ഒരു സ്റ്റോറും കൂടി ഉള്ള ഒരു ആളാണ്. മാത്രമല്ല അദ്ദേഹം വളരെ ടൈപ്പുമാണ് നമ്മളായിട്ട് എന്ന് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. The pounding in my ears drowned out the rest of the words. Only a word here and there filtered through. Martha is Mexican. Resign. Want to do it. അതായത് ബാക്കിയൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അതിൽ ഒരു വാക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടു. എൻ്റെ മാർത്ത ഈസ് മെക്സിക്കൻ, റിസൈൻ, വോണ്ട് ടു ഡു ഇറ്റ് എന്ന് ഈ വാക്ക് മാത്രമേ ഞാൻ അവിടെ കേട്ടുള്ളൂ എന്നാണ് മാർത്ത പറയുന്നത്, ആ കുട്ടി പറയുന്നത്. മിസ്റ്റർ ഷെമിത്ത് കെയിം റഷിംഗ് ഔട്ട് ആൻഡ് luckily for me went down the opposite way towards the auditorium, so he didn't see me. അതായത് എന്താ പറയുന്നത്, അതും പറഞ്ഞുകൊണ്ട് ഷെമിത്ത് എന്ത് ചെയ്തു, ഇറങ്ങിപ്പോയി. പക്ഷെ അത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആയതുകൊണ്ട് എന്ത് ചെയ്തു, എന്നെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഷേക്കിംഗ് ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ് and then went in and grabbed my bag and fled from the room. എന്ത് ചെയ്തു, കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാർത്ത റൂമിലേക്ക് കടന്ന് എന്ത് ചെയ്തു, ആ ബാഗ് എടുത്തു. മിസ്റ്റർ ബൂൺ ലുക്ക്ഡ് അപ്പ് വെൻ ഐ കെയിം ഇൻ ബട്ട് ഡിഡ്ന്റ് സേ എനിത്തിങ്. അതായത് മിസ്റ്റർ ബൂൺ എന്ത് ചെയ്തു, ഇവിടെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. To this day I don't remember if I got in trouble. ഈ ഒരു ദിവസം എനിക്ക് ഓർമ്മിക്കാനേ ഇഷ്ടപ്പെടാത്തൊരു ദിവസമായിരുന്നു. in for being a late or how I made it through the rest of the afternoon. എന്തായാലും നേരം വൈകി അവിടെ എത്താൻ വേണ്ടിയിട്ട്, ആ ഒരു പിയിൽ എത്താൻ വേണ്ടിയിട്ട് എന്തായാലും നേരം വൈകി. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ടോടുകൂടി ആകെ മൈൻഡ് വല്ലാത്തൊരവസ്ഥയിലായി ആ കുട്ടിയുടെ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് റെസ്റ്റ് വേണം എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, ഐ വെൻറ്റ് ഹോം വെരി സാഡ് ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ ദാറ്റ് നൈറ്റ്, സോ ഗ്രാൻഡ് മദർ വുഡിൻറ്റ് ഹിയർ മീ. അതായത് എന്താണ്, വീട്ടിലെത്തിയ ഉടനെ അവള് റൂം അടച്ചിരുന്ന് കരയാൻ തുടങ്ങി. പില്ലോയും കെട്ടിപ്പിടിച്ച് നൈറ്റ് വരെ എന്ത് ചെയ്തു, ഇരുന്ന് കരഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, ഗ്രാൻഡ് മദർ അവളെ കേട്ടതേ ഇല്ല. മീൻസ് അവൾ എന്തിനാണ് കരഞ്ഞതെന്നോ ഒന്നും അവർക്ക് അറിയും കൂടിയില്ല, ഗ്രാൻഡ് മദറിന്, അമ്മമ്മയ്ക്ക്. അപ്പോൾ അതായിരുന്നു ആ കുട്ടിയുടെ സങ്കടം എന്ന് പറയുന്നത്. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ് ദാറ്റ് ഐ ഹാഡ് ഓവർഹെഡ് ദാറ്റ് കോൺവെർസേഷൻ. അത് പ്രതീക്ഷിക്കാതെ നടന്നൊരു കോൺവെർസേഷൻ ആയിരുന്നു. അത് വല്ലാത്തൊരു ക്രൂവലുമായിരുന്നു, ക്രൂരമായ ഒരു പെട്ടെന്ന് സംഭവിച്ചൊരു സംഭവമായിപ്പോയി എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ഡേ വെൻ ദ പ്രിൻസിപ്പൽ കോൾഡ് മീ
ഇൻ ടു ഹിസ് ഓഫീസ്. അപ്പോൾ അടുത്ത ദിവസം എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ എന്നെ ഓഫീസിലേക്ക് വിളിച്ചു. ഐ നോ വാട്ട് ഇറ്റ് വുഡ് ബി എബൌട്ട് ഹി, അതായത് എനിക്കറിയായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയായിരുന്നു. ഹി ലുക്ക്ഡ് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി. അയാളെ കാണുമ്പോൾ തന്നെ, അതായത് ആ പ്രിൻസിപ്പൽ എന്തായിരുന്നു, ഒരു അസ്വസ്ഥമായ രീതിയിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. മാത്രമല്ല അയാൾ തികച്ചും സന്തോഷവാനുമായിരുന്നില്ല. ഐ ഡിസൈഡഡ് ഐ വാസ് ഇൻ ഗോയിങ് ടു മേക്ക് ഇറ്റ് എനി ഈസിയർ ഫോർ ഹിം. അതായത് ഞാനായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ അല്ലെങ്കിൽ എളുപ്പമാക്കേണ്ട കാര്യങ്ങൾ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, മിണ്ടാണ്ടിരുന്നു എന്നാണ് പറയുന്നത്. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രൈറ്റ് ഇൻ ദ ഐസ്. ഞാൻ അദ്ദേഹത്തെ സ്ട്രൈറ്റ് ആയിട്ട് നോക്കി. ഹി ലുക്ക്ഡ് എവേ ആൻഡ് ഫിഡ്ജറ്റഡ് വിത്ത് ദ പേപ്പർ ഓൺ ഹിസ് ഡെസ്ക്. അതായത് അദ്ദേഹം എന്ത് ചെയ്തു, ദൂരെ അങ്ങോട്ട് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡെസ്കിലുള്ള പേപ്പർ എന്ത് ചെയ്തു, ചുരുട്ടുകയായിരുന്നു അദ്ദേഹം. മാർത്ത, ഹി സെഡ്, there's been change in policy this year regarding the scholarship jacket. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയാണെന്ത്, മാർത്ത, ഇപ്രാവശ്യത്തെ നമ്മുടെ പോളിസി, അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പോളിസിയിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ആസ് യു നോ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ. അതായത് ഇത്രയും കാലം അതെന്തായിരുന്നു, ഫ്രീ ആയിരുന്നു. ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂഡ്. അതായത് അദ്ദേഹത്തിൻ്റെ സൗണ്ട്, അതായത് തൊണ്ട ക്ലിയർ ആക്കിയിട്ട് തുടർന്നു. ദിസ് ഇയർ ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15. അതായത് ഇപ്രാവശ്യം ബോർഡ് എന്ത് ചെയ്തു, ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. സ്കോളർഷിപ്പ് ജാക്കറ്റിന് $15 പേ ചെയ്യണമെന്ന് ബോർഡ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. വിച്ച് സ്റ്റിൽ വോണ്ട് കവർ ദിസ് കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ജാക്കറ്റ്. അതായത് ആർക്കാണോ ഈ ഒരു എമൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ജാക്കറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ഐ സ്റ്റാർട്ടഡ് അറ്റ് ഹിം ഇൻ ഷോക്ക്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഷോക്കായി. ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മി എസ്കേപ്ഡ് മൈ ത്രോട്ട്. അതായത് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ആ ഷോക്കിൽ തൊണ്ടയിൽ നിന്നൊരു ചെറിയൊരു സൗണ്ട് പുറത്തേക്ക് വന്നു. ഐ ഹാഡിൻറ്റ് എക്സ്പെക്റ്റഡ് ദിസ്. ഹീ സ്റ്റിൽ അവോയ്ഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. അതായത് അത് പ്രതീക്ഷിച്ചതേയില്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചേയില്ല. $15 കൊടുക്കുക എന്നൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഹീ സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. അദ്ദേഹം എന്ത് ചെയ്തു, എൻ്റെ മുഖത്ത് നോക്കുന്നില്ല, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സോ ഇഫ് യു ആർ അൺഎബിൾ ടു പേ ദ $15 ഫോർ ദ ജാക്കറ്റ്, അഥവാ നിനക്കത് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ നെക്സ്റ്റ് വൺ ഇൻ ലൈൻ. അഥവാ നിനക്ക് ആ പൈസ അടക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ്, അതായത് ആ കുട്ടീനെ സെക്കൻഡ് ഗ്രേഡിൽ നിൽക്കുന്ന കുട്ടിക്ക് എന്ത് ചെയ്യും, ആ ഒരു ജാക്കറ്റ് കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഹി ഡിഡിൻറ്റ് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ്. അത് ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാമായിരുന്നു അത് ജോൺ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം വാർത്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിൽ നിൽക്കുന്നത് ജോൺ ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് ജോണിന് കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി ഐ കുഡ് മസ്റ്റർ, ഐ സെഡ് ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ് സർ. അതായത് ഞാൻ എല്ലാ സ്ട്രെങ്ത്തോടുകൂടി ഞാൻ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ചാച്ചനോടും കൂടി ചോദിച്ചിട്ട് ഇതിന് മറുപടി പറയാം എന്ന് പറഞ്ഞു. ലെറ്റ് യു നോ ടുമാറോ. ഞാൻ ഇതിൻ്റെ മറുപടി നാളെ പറയാം എൻ്റെ അച്ചാച്ചനോട് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞു. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി മുഴുവൻ എന്ത് ചെയ്തു, കരഞ്ഞുകൊണ്ടേയിരുന്നു. The dirt road was quarter mile from the highway. So അതായത് മൈൽ, അതായത് കുറച്ച് ദൂരം, ഹൈവേന്ന് കുറച്ച് മൈൽ നടക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അത് ആ റോഡാണെങ്കിൽ എങ്ങനെയായിരുന്നു, വളരെ ഡേർട്ടി ആയിട്ടുള്ള റോഡും ആണെന്നാണ് പറയുന്നത്. ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം
മൈ ഐസ് വേർ റെഡ് ആൻഡ് പഫി. അതായത് വീട്ടിലെത്തുമ്പോഴേക്കും എന്തായിരുന്നു, എൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണുകൾ. വേഴ്സ് ഗ്രാൻഡ് പ, ഞാൻ ഗ്രാൻഡ് പ എവിടെയെന്ന് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ, ഗ്രാൻഡ്മയോട് ചോദിച്ചു എവിടെയാണ് ഗ്രാൻഡ് പ ഉള്ളത്. ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ സോ ഷീ വുഡിൻറ്റ് ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈയിങ്. അതായത് ഗ്രാൻഡ്മ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാൻഡ്മ ഫ്ലോറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, ഗ്രാൻഡ്മ എന്നെ കണ്ടില്ല. ഞാൻ കരഞ്ഞതൊന്നും ഗ്രാൻഡ്മ കണ്ടതുമില്ല, അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചതുമില്ല. ഷീ വാസ് സൂയിങ് ഓൺ എ ക്വിൽറ്റ് ആസ് യൂഷ്വൽ ഷീ ഡിഡിൻറ്റ് ലുക്ക് അപ്പ്. അതായത് അത് അമ്മമ്മ എന്തോ തുന്നുകയായിരുന്നു സൂചി കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, എൻ്റെ മുഖത്ത് നോക്കാതെയാണ് ആൻസർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, ഞാൻ കരഞ്ഞതോ ഒന്നും അമ്മമ്മ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഹീസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ബീൻ ഫീൽഡ്. അതായത് എന്താണ്, എനിക്ക് തോന്നി എന്ത് ചെയ്തു, അദ്ദേഹം ബാക്കിൽ എവിടെയെങ്കിലും ബീൻസിൻ്റെ, അതായത് ബീൻ കൃഷി നടത്തുന്ന ഫീൽഡിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. I went outside and looked out the field. There he was. അതായത് ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് പോയിട്ട് ഫീൽഡിൽ മൊത്തം നോക്കുമ്പോഴേക്കും എന്താണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. I could see him walking between rows, his body bent over the little plants. അതായത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ റോയിലേക്ക് കൂടെ, ബീൻസിൻ്റെ റോയിലേക്ക് കൂടെ നടക്കുകയായിരുന്നു. എന്ത് ചെയ്തു, കുറച്ച് കുനിഞ്ഞിട്ട് എന്ത് ചെയ്തു, നടക്കായിരുന്നു അദ്ദേഹം. ഹോ ഇൻ ഹാൻഡ്, ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂമ്പ, കൈക്കോട്ട് എന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു, തൂമ്പ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ വാക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം. ഞാൻ പതുക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു. ട്രൈ ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി. എങ്ങനെ അദ്ദേഹത്തിനോട് നല്ല രീതിയിൽ പൈസ ചോദിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു. ദർ വാസ് എ കൂൾ ബ്രീസ് ബ്ലോയിങ് ആൻഡ് എ സ്വീറ്റ് സ്മെൽ ഓഫ് മോസ്കൈറ്റ് ഫ്രൂട്ട് ഇൻ ദ എയർ. അവിടെ നല്ലൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്തായിരുന്നു, അവിടുത്തെ ഒരു പഴത്തിൻ്റെ ഒരു സ്മെല്ല് അവിടെ പരക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ആ കാറ്റിൽ. ഐ ഡിഡിൻറ്റ് അപ്രിസിയേറ്റ്, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. ഐ കിക്ക്ഡ് അറ്റ് എ ഡേർട്ട് ക്ലൗഡ്. അതായത് ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും ചെളിയോ അല്ലെങ്കിൽ കല്ലും തട്ടിയിട്ട് ഇങ്ങനെ പോവാറില്ലേ, അതിനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ തട്ടി മാറ്റി എന്നാണ് പറയുന്നത്. ഐ വാണ്ടഡ് ദ ജാക്കറ്റ് സോ മച്ച്. എനിക്ക് ആ ജാക്കറ്റ് വേണമെന്ന് അതിയായ ഒരു ആഗ്രഹമുണ്ട്. It was more than just being a valedictorian and giving a little thank you speech for the jacket on graduation night. അതായത് എൻ്റെ 8 കൊല്ലത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ ജാക്കറ്റ് കിട്ടുക എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, ആ ജാക്കറ്റ് തരുന്ന സമയത്ത് ഒരു താങ്ക്സ് സ്പീച്ച് ഉണ്ടാവും. ആ സ്പീച്ച് എല്ലാവരും മുമ്പിൽ നിന്നുകൊണ്ട് ആ ജാക്കറ്റ് കിട്ടുമ്പോൾ ഒരു താങ്ക്സ് സ്പീച്ച് ഉണ്ടാവും. ആ സ്പീച്ചിനേക്കാളൊക്കെ വലുതായി ഞാൻ കണ്ടിരുന്നത് എൻ്റെ 8 വർഷത്തെ അല്ലെങ്കിൽ എൻ്റെ 8 വർഷത്തെ എഫേർട്ടിൻ്റെ ഫലമായ ആ ജാക്കറ്റിൻ്റെ മേലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. ഇറ്റ് റെപ്രസെൻറ്റ് 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്റ്റേഷൻ. അതായത് ആ താങ്ക്സ് പറിച്ചലോ അതൊന്നുമല്ല ഞാൻ വിലമതിക്കുന്നത്. എൻ്റെ 8 വർഷത്തെ ആ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടുന്ന ആ ഒരു ജാക്കറ്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത് എന്നാണ് ആ കുട്ടി പറയുന്നത്. ഐ നോ ഐ ഹാഡ് ടു ബി ഹോണസ്റ്റ് വിത്ത് ഗ്രാൻഡ് പ. ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ്. ഹി സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. അദ്ദേഹം എപ്പോഴും സത്യസന്ധമായിട്ട് പറയുന്നവരുടെ കൂടിയായിരുന്നു എൻ്റെ ഗ്രാൻഡ് പ. അദ്ദേഹത്തോട് എപ്പോഴും എന്താണ്, സത്യസന്ധമായിട്ട് എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് അംഗീകരിക്കും. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറയും, എന്ത്
ഇതെൻ്റെ അവസാനത്തെ ഒരു ചാൻസാണ്, ഇതെൻ്റെ ആകെയുള്ളൊരു ചാൻസാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും. ഹീ സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. എന്താണ്, അദ്ദേഹം എൻ്റെ നിഴൽ കണ്ടു എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം എന്നെ നോക്കി എന്നാണ് പറയുന്നത്. ഹീ വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. അദ്ദേഹം ഞാൻ സംസാരിക്കുന്നത് കാത്ത് നിൽക്കായിരുന്നു. ഐ ക്ലിയർഡ് മൈ ത്രോട്ട് നെർവസ്ലി. ഐ ക്ലാപ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക് സോ ഹീ വുഡിൻറ്റ് സീ ദം ഷേക്കിംഗ്. അതായത് ഞാൻ തോട്ട്സ് ക്ലിയർ ആക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി. എൻ്റെ കൈ ബാക്കിലേക്ക് കെട്ടി. കാരണം എന്തിന്, എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ വിറക്കിൽ അദ്ദേഹം കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കൈ ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് ബാക്കിൽ കെട്ടി പറഞ്ഞു. ഗ്രാൻഡ് പാ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. ഞാൻ എനിക്കൊരു വലിയൊരു കാര്യം ചെയ്തു തരണം. ഐ സെഡ് ഇൻ സ്പാനിഷ്, ദ ഓൺലി ലാംഗ്വേജ് ഹി നോ. അതായത് എന്താണ്, ഞാൻ സ്പാനിഷ് ഭാഷയിലായിരുന്നു പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന് ആ ഒരു ഭാഷ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്പാനിഷ് ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു. ഹീ സ്റ്റിൽ വെയിറ്റഡ് സൈലൻ്റ്ലി. അദ്ദേഹം ഒന്നും പറയാതെ അങ്ങനെ നിന്നു. ഐ ട്രൈഡ് അഗൈൻ. ഗ്രാൻഡ് പാ, ദിസ് ഇയർ the principal said a scholarship jacket is not going to be free. അതായത് ഗ്രാൻഡ് പാ, അച്ചച്ച, പ്രിൻസിപ്പൽ പറഞ്ഞു ഇക്കൊല്ലം സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് $15. അതായത് അതിന് $15 പേ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമാറോ. അതായത് ടുമാറോ, നാളെ ഞാൻ ആ പൈസ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതർവൈസ് ഇറ്റ് വിൽ ബി ഗിവൺ ടു സംവൺ എൽസ്. അല്ലെങ്കിൽ ഞാനത് എന്ത് ചെയ്യും, എനിക്ക് കിട്ടേണ്ടതിന് പകരം മറ്റൊരാൾക്ക് അത് കിട്ടും എന്നാണ് പറഞ്ഞത്. ദ ലാസ്റ്റ് വേർഡ് കം ഔട്ട് ഇൻ ആൻ ഈഗർ റഷ്. അതായത് ലാസ്റ്റ് വേർഡ് കുറച്ച് നല്ല രീതിയിൽ പറഞ്ഞു തീർത്തു. Grandpa straightened up tiredly and leaned his chin on the hue handle. അതായത് നേരെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞു തൂമ്പ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന്. ആ തൂമ്പേൻ്റെ മേലെ, അതായത് അദ്ദേഹത്തിൻ്റെ കവിള് ഇങ്ങനെ തൂമ്പയിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇവള് പറയുന്നത്, ഈ മാർത്ത പറയുന്നത് കേൾക്കായിരുന്നു ചെയ്തത്. He looked out over the field that was filled with the tiny green beans plants. അദ്ദേഹം എന്ത് ചെയ്തു, ആ പ്ലാന്റ്സ്, അതായത് ആ ഫീൽഡ് മൊത്തം ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ചു. അപ്പോൾ അവിടെയൊക്കെ എന്തായിരുന്നു, നല്ല പച്ചപ്പ് നിറഞ്ഞ ബീൻസ് പ്ലാന്റ്സ് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. I waited desperately, hoping he had say I could have money. He turned to me and asked quietly. അതായത് ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയുണ്ട്, നീ അത് കൊടുത്തോളൂ എന്ന് ഇങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞിട്ട് വളരെ സാവധാനത്തിൽ എന്നോട് പറഞ്ഞു, വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. I answered quickly, maybe there was a chance. It means you have earned it by having the highest grade for 8 years, and that's why they're giving it to you. Too late, I realized the significance of my words. അതായത് എന്താണ്, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അതൊരു ചാൻസാണ്. നമ്മൾ ഇത്രയും കൊല്ലം പഠിച്ചിട്ട് നമുക്ക് ഇത്രയും ഹയസ്റ്റ് ആയിട്ട് ഗ്രേഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് എന്ത്, ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ വാക്ക് എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് സ്പീഡായിട്ട് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു പറഞ്ഞ് തീർക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഗ്രാൻഡ് പാ നോ ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് വാസ് നോട്ട് മാറ്റർ ഓഫ് മണി ഇഫ് വാസ് ഇൻ ദാറ്റ്.
ഇതൊരു പൈസയുടെ കാര്യമല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. He went back hewing the weed and that sprang up between the delicate little bean plants. വീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ മുളയ്ക്കുന്ന ഒരുതരം ചെടിയാണ് വീഡ്സ് എന്ന് പറയും. കള എന്ന് പറയും. കള പറിക്കുകയായിരുന്നു അദ്ദേഹം. എന്ത് ചെയ്തു? എന്നോട് സംസാരിക്കുന്നതിനിടയിൽ എന്ത് ചെയ്തു? അദ്ദേഹം കള പറിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇറ്റ് വാസ് ടൈം കൺസ്യൂമിങ് ജോബ്. അതൊരു ടൈം കൺസ്യൂമിങ് ജോബായിരുന്നു. കാരണം എന്താണ്? ഈ ബീൻസിൻ്റെ ചെടികൾക്കിടയിലെല്ലാം ഈ കളകൾ പോയിട്ട് വളർന്നു കഴിഞ്ഞാൽ അതെല്ലാം പറിച്ചു മാറ്റുന്ന ഒരു കൺസ്യൂമർ ടൈം കളയുന്ന ഒരു ജോലി തന്നെയായിരുന്നു. സംടൈംസ് സ്മോൾ ഷൂട്ട്സ് were right next to each other. Finally he spoke again. I returned to leave crying. ഞാൻ കരഞ്ഞുകൊണ്ട് പോകാനായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു. Then if you pay for it, Martha, it is not scholarship jacket, is it? അതായത് നീ അതിന് പേ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും എന്തായി മാറില്ല? അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റായിട്ട് മാറില്ല. ടെൽ യുവർ പ്രിൻസിപ്പൽ ഐ വിൽ നോട്ട് പേ ദ $15. നീ എന്ത് ചെയ്യുക? നാളെ തന്നെ പോയിട്ട് നിന്റെ പ്രിൻസിപ്പളിനോട് പറയുക. എന്തേ? ഞാൻ അതിനൊരിക്കലും പേ ചെയ്യില്ല എന്ന് നീ നിന്റെ പ്രിൻസിപ്പാളിനോട് പോയിട്ട് പറയുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 14ാമത്തെ സ്റ്റാൻസയാണ് എടുക്കേണ്ടത്. I walked back to the house and locked myself in the bathroom for a long time. അതായത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയതിന് ശേഷം ബാത്റൂമിൽ കയറി റൂം ലോക്ക് ചെയ്ത് അവിടെ ഇരുന്നു. I was angry with the grandfather even though I know he was right. ആദ്യം എനിക്ക് ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നി ആദ്യം. പക്ഷെ എനിക്കറിയാം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആൻഡ് ഐ വാസ് ആംഗ്രി വിത്ത് ദ ബോർഡ്. പിന്നെ അതും പോരാതെ ഗ്രാൻഡ് ഫാദറിനോടല്ലാതെ എനിക്ക് സ്കൂളിലെ ബോർഡിനോട് എനിക്ക് ദേഷ്യം തോന്നി. Whoever they were, why did they have changed the rules just when it was my turn to win the jacket? അതായത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു ചേഞ്ച് ഞാനത് വാങ്ങുന്ന എനിക്കത് കിട്ടാനാകും എന്ന ആ രീതിയിലാവുമ്പോൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് അത് ചേഞ്ച് ചെയ്തത്? Those were the days of belief and innocence. ആ ദിവസങ്ങൾ മുഴുവൻ എനിക്ക് എന്തായിരുന്നു? ഭയങ്കര വിഷമം നിറഞ്ഞതും ഭയങ്കര സങ്കടവുമുള്ള ഒരു ദിവസങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞത്. It was a very sad and withdrawn girl who dragged into a principal office to next day. This time he did look me in the eyes. അതായത് ആ ദിവസങ്ങളിൽ ഭയങ്കര വിഷമങ്ങളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം എന്ത് ചെയ്തു? പിറ്റേ ദിവസം അവൾക്ക് തീരെ താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി എന്ത് ചെയ്തു? പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് അവളെ വലിച്ചെറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം എന്തായാലും പ്രിൻസിപ്പളിന് ഒരു മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ എന്ത് ചെയ്തു? അങ്ങനെ കൊടുക്കേണ്ടത് വന്നതുകൊണ്ട് അവൾക്ക് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു മനമില്ലാ മനസ്സോടെ. അപ്പോ ആ സമയം എന്ത് ചെയ്തു? ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ടു മൈ ഐസ്. അതായത് അവളുടെ കണ്ണുകളിലേക്ക് അയാൾ നോക്കി. എന്നിട്ട് എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? എന്താണ് നിന്റെ അച്ചാച്ചൻ പറഞ്ഞത്? ഐ സാറ്റ് വെരി സ്ട്രൈറ്റ് ടു മൈ ചെയർ. അതായത് അവള് എന്ത് ചെയ്തു? ആ ഗ്രാൻഡ് ഫാദറിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രിൻസിപ്പളിന്റെ മുമ്പിൽ സ്ട്രൈറ്റ് ആയിട്ട് അവളുടെ ചെയറിൽ ഇരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? He said to tell he won't pay the $15. അദ്ദേഹം പറഞ്ഞു $15 എന്തായാലും കൊടുക്കില്ല എന്ന് തരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പ്രിൻസിപ്പളിനോട് മാർത്ത
പറഞ്ഞത്. The principal muttered something I couldn't understand under his breath and walked over to the window. ഇപ്പോൾ പ്രിൻസിപ്പാൾ എന്താ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ജനലിനരികിലേക്ക് നടന്നു. അദ്ദേഹം he stood looking at something outside. അദ്ദേഹം എന്തോ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്താണെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. He looked bigger than usual when he stood up. അയാൾ സാധാരണ എന്താണ് അങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു യൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാനും പോയില്ല. He was tall and gaunt man with grey hair, and I watched the back of his head while, and I waited for to speak. അദ്ദേഹം എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു? നല്ല നീളമുള്ള മനുഷ്യനായിരുന്നു. മാത്രമല്ല അയാളുടെ ഹെയർ ഇങ്ങനെ ഗ്രേ കളർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് നോക്കി നിൽക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നോക്കി നിൽക്കാണ് ചെയ്യുന്നത്. വൈ? അപ്പൊ അദ്ദേഹം പറയാണ് വൈ ഹി ഫൈനലി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു എന്താണ് വൈ എന്ന് ചോദിച്ചു. യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി, ഹി ഓൺസ് എ 200 acre range. അതായത് എന്തുകൊണ്ട് നിന്റെ അച്ഛൻ പണം തരില്ല എന്ന് പറഞ്ഞു? അദ്ദേഹത്തിന് സ്വന്തമായി 200 ഏക്കർ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ നിനക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞത്? കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 200 ഏക്കർ സ്ഥലമുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചു. ഐ ലുക്ക്ഡ് അറ്റ് ഹിം ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ. അതായത് ഞാൻ അദ്ദേഹത്തിൽ തന്നെ നോക്കി നിന്നു. പിന്നെന്താ ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ, അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് കരച്ചിൽ വരാതെ ഞാൻ എന്ത് ചെയ്തു? പിടിച്ചു നിന്നു. എൻ്റെ ഐസ് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം കണ്ണുനീര് വരാതെ ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കായിരുന്നു ചെയ്തത്. I know, sir, but he said if I had to pay for it. അതായത് അദ്ദേഹം എന്നോട് പറയാണ് എന്ത്? എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു എന്ത്? നീ അതിന് പൈസ കൊടുക്കുകയാണെങ്കിൽ, അതായത് നിന്റെ ജാക്കറ്റ് കിട്ടാൻ വേണ്ടി നീ അതിന് പൈസ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? then it wouldn't be a scholarship jacket. അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല ഒരിക്കലും. കാരണം പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം ഒരിക്കലും ഒരു നമുക്ക് കിട്ടിയ ഒരു പഠിത്തത്തിന്റെ ഭാഗമായിട്ട് മാറില്ലല്ലോ. നമ്മള് പൈസ കൊടുത്തിട്ടല്ലേ അത് വാങ്ങുന്നത്. അതുകൊണ്ട് ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് $15 തരാൻ പറ്റില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്ന് ആര് പറഞ്ഞു? മാർത്ത പ്രിൻസിപ്പലിനോട് പറഞ്ഞു. സ്റ്റുഡ് അപ്പ് ടു ലീവ്. ഞാൻ അതും പറഞ്ഞ് എന്ത് ചെയ്തു? അവിടെ നിന്ന് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി എന്ത് ചെയ്തു? ഐ ഗസ് യു വിൽ ജസ്റ്റ് യു ഹാവ് ടു ഗീവ് ടു ഇറ്റ് ടു ജോൺ. എന്താണ്? ഞാനിങ്ങനെ പറഞ്ഞു പോയി എന്ത്? നിങ്ങളത് ജോണിന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാനത് പറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ഐ ഹേർഡ് ഇറ്റ് മീൻ ടു സേ ദാറ്റ്. ഞാനത് പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ എങ്കിലും അത് പറഞ്ഞു പോയി. ഇറ്റ് ഹാഡ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. അത് വായിൽ നിന്നും വീണു പോയതാണ്. I was almost to the door when he stopped me. അതായത് എന്താണ്? അതും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? അത് ജോണിന് കൊടുത്തോ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമൊന്നുമല്ല. പക്ഷെ എന്താണ് അങ്ങനെ വന്നുപോയി, എൻ്റെ നാവിന്ന് അത് അങ്ങനെ വീണുപോയി. അതും പറഞ്ഞ് ഞാൻ ഡോറിന്റെ അടുത്തേക്ക്, അതായത് അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? മാർത്ത വെയിറ്റ്. അതായത് മാർത്ത നിൽക്കൂ എന്ന രീതിയിൽ അദ്ദേഹം എന്നെ വിളിച്ചു എന്നാണ് പറഞ്ഞത് ആര്യ പ്രിൻസിപ്പൽ. I turned and looked at him, waiting. What
ഡിഡ് ഹി വാണ്ട് നൗ? അതായത് ഞാൻ അദ്ദേഹത്തിന് നേർക്ക് തിരിഞ്ഞിട്ട് ഞാനിങ്ങനെ സ്വയം ചിന്തിക്കാണ്, ഇനി എന്താ അദ്ദേഹത്തിന് വേണ്ടത് എന്നുള്ള രീതിയിൽ. ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ്ലി ഇൻ മൈ ചെസ്റ്റ്, സംതിങ് ബിറ്റർ ആൻഡ് വൈൽ ടേസ്റ്റിംഗ് മൈ കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. എന്താണ്, അവളുടെ ഹൃദയം നന്നായി ഇടിക്കാൻ തുടങ്ങി. പിന്നെ എന്താണ്, ഉമിനീരിന്റെ അളവെല്ലാം കുറയാൻ തുടങ്ങി. അതായത് ഇപ്പം സാറിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ, മാഷന്മാരുടെ മുമ്പിൽ എത്തിക്കാൻ നമ്മൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണ് പറയുന്നത്, പേടിച്ചിട്ട്. പിന്നെന്താണ്, ഐ വാസ് അഫ്രൈഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. എന്താണ്, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. മാത്രല്ല എനിക്ക് അസുഖം വരാൻ പോവാണോ എന്ന് വരെ പേടിച്ചു പോയി. ആ ഒരു രീതിയിലുള്ള പേടി എനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഡിഡ്ന്റ് നീഡ് എനി സിമ്പതി സ്പീച്ചസ്. എനിക്ക് സിമ്പതിന്റെ പേരിലുള്ള ഒരു സംസാരവും എനിക്ക് വേണ്ട. കാരണം എനിക്ക് അവകാശപ്പെട്ടതാണ് അവർ തട്ടിയെടുക്കുന്നത്. ഒരു $15 പേരിൽ എന്ത് ചെയ്യുന്നത്, അവർ തട്ടിയെടുക്കുന്നത്. ഹി സൈഡ് ലൗഡ്ലി ആൻഡ് വെന്റ് ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്. എന്താണ്, അദ്ദേഹം ഇത്ര നേരം സംസാരിച്ച എവിടെ നിന്നിട്ടാണ്, വിൻഡോന്റെ അടുത്ത് നിന്നിട്ട് പുറത്തേക്ക് നോക്കി നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ എന്ത് ചെയ്തു, ഇപ്പൊ അദ്ദേഹത്തിന്റെ മേശ, അതായത് ടേബിളിലേക്ക് തിരിച്ചു വന്നു. ഡെസ്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ടേബിളിലേക്ക് തിരിച്ചു വന്നു. ഹി വാച്ച്ഡ് മീ ആൻഡ് ബിറ്റിംഗ് ഹിസ് ലിപ്പ്. എന്താണ്, അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ഓക്കെ വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. ഞാൻ എന്തെങ്കിലും നിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഐ വിൽ ടെൽ ദ ബോർഡ്. ഞാൻ ബോർഡിനോട് സംസാരിക്കാം, നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ സംസാരിച്ച് നോക്കട്ടെ എന്നാണ് പറയുന്നത്. യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. എന്താണ്, എനിക്ക് നിന്റെ ജാക്കറ്റ് തിരിച്ച് കിട്ടും എന്നാണ് അദ്ദേഹം മാർത്തയോട് പറഞ്ഞത്. അതായത് പ്രിൻസിപ്പൾ മാർത്തയോട് പറഞ്ഞത്. അപ്പൊ ഇതാണ് 17ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ് ഐ സ്പോക്ക് ഇൻ ദ ട്രംബ്ലിംഗ് റഷ്. അതായത് എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്തു, എനിക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ വരച്ചുകൊണ്ടാണ് സംസാരിച്ചത്. എന്ത്, ട്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വരച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു. എന്ത്, ഓ താങ്ക് യു സർ, നന്ദിയുണ്ട് സർ എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചു. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഐ ഡിഡ്ന്റ് നോ അബൌട്ട് അഡ്രിനാലിൻ ഇൻ ദോസ് ഡേയ്സ്. അഡ്രിനാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോ ഈ എന്താ പറയാ, ചില സമയങ്ങൾ ആവേശങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഈ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നാണ് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അതുവരെ അവൾക്ക് എന്താണ്, അഡ്രിനാലിനെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു. ഇപ്പൊ അവൾക്ക് എന്തായിരുന്നു, ആ ആവേശം വന്നപ്പോ, കാരണം അവൾക്ക് അത്രയും സന്തോഷമുള്ള ഒരു സമയമായിരുന്നു അത്. അപ്പൊ ആ സമയത്ത് അവൾക്ക് അഡ്രിനാലിനെ കുറിച്ച് അറിഞ്ഞു. കാരണം എന്താണ്, അങ്ങനെയുള്ള ഹോർമോണുകൾ അവൾക്ക് ഉത്പാദിപ്പിക്കപ്പെട്ടു എന്ന് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവൾക്ക് ആവേശം വന്നു എന്നാണ് പറഞ്ഞത്, ഉദ്ദേശിച്ചതാണ്. പിന്നെന്താ, ബട്ട് ഐ നോ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ. അവൾ അറിയുന്നുണ്ടായിരുന്നു, അവളിലൂടെ എന്തോ ഒന്ന് പാസ് ചെയ്യുന്ന പോലെ. ഉദ്ദേശിക്കുന്ന സന്തോഷത്തിന്റെ ആ ഒരു തീവ്രതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മേക്കിംഗ് മീ ഫീൽ ആസ് ടോൾ ആസ് ദ സ്കൈ. എന്താണ്, ആകാശത്തോളം അവള് ഉയരുന്നതായിട്ട് അവൾക്ക് തോന്നി. പിന്നെന്താ, ഐ വാണ്ട് ടു യെൽ ജമ്പ്. അവൾക്ക് തുള്ളാൻ തോന്നി. പിന്നെന്താണ്, റാൻ ദ മെയിൽ. മൈലുകളോളം എന്താണ്, ഓടാൻ തോന്നി. ഡു സംതിങ്. അങ്ങനെ പല എന്തൊക്കെയോ ചെയ്യണമെന്നും അവൾക്ക് തോന്നി. കാരണം എന്താണ്, അവൾക്ക് ആ ജാക്കറ്റ് കിട്ടാൻ പോവുകയാണ്. ആ സന്തോഷം അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയധികം സന്തോഷമായിരുന്നു എന്നാണ് പറയുന്നത്. ഐ റാൻ ഔട്ട് സോ ഐ കുഡ് ക്രൈ ഇൻ ദ ഹോൾ
where there was no one to see me. അതായത് എന്താണ്, അവള് കരയാൻ വേണ്ടി ഓടി. എങ്ങനെ? അവളെ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് അവൾ എന്ത് ചെയ്തു? കരയാൻ വേണ്ടി അവള് ഓടുകയായിരുന്നു. പിന്നെന്താ? At the end of the day, Mr. Schmidt winked at me and said, I hear you are getting a scholarship jacket this year. അപ്പൊ എന്താണ്, അവളങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് എന്തായിരുന്നു, ആ ദിവസത്തിന്റെ അവസാന മണിക്കൂറുകളിൽ അവൾ ആരെ കണ്ടു? മിസ്റ്റർ ഷെമിത്തിനെ കണ്ടു. അയാൾ എന്ത് ചെയ്തു? ഷെമിത്ത് പറഞ്ഞാല് സാറാണ്, അവള് പഠിപ്പിക്കുന്ന മാഷാണ്. മാഷ് എന്ത് ചെയ്തു? അവളെ കണ്ണൊതുക്കിക്കൊണ്ട് പറഞ്ഞു, എന്തേ, ഞാൻ കേട്ടു നിനക്ക് ഇക്കൊല്ലം എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ പോവുകയാണ് അല്ലേ എന്ന് സാറ് ആരോട് പറഞ്ഞു? മാർത്തയോട് പറഞ്ഞു. മിസ്റ്റർ ഷെമിത്ത് മാർത്തയോട് പറഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെന്റ് ആസ് എ ബേബീസ്. അതായത് അദ്ദേഹത്തിന്റെ ഫേസ്, അത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഫേസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് മിസ്റ്റർ ഷെമിത്തിന്റെ ഫേസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ ഇന്നസെന്റ് ബേബിയുടെ ഫേസ് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ് എന്നാണ് പറഞ്ഞത്. ബട്ട് ഐ നോ ബെറ്റർ. വിത്തൗട്ട് ആൻസറിങ് ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ് ആൻഡ് റാൻ ടു ദ ബസ്. അതായത് എന്താണ്, അദ്ദേഹത്തിന് ആൻസർ ഒന്നും കൊടുക്കാതെ ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അദ്ദേഹത്തെ, ആ സന്തോഷത്തിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ബസ്സിലേക്ക്, അതായത് ബസ് സ്റ്റോപ്പിലേക്ക് ഓടി എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം അത്രയധികം സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ, ആ മിസ്റ്റർ ഷെമിത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഒന്നും പറയാതെ ഞാൻ എന്ത് ചെയ്തു? ബസ് സ്റ്റോപ്പിലേക്ക് ബസ്സിനായിട്ട് ഓടി എന്നാണ് പറയുന്നത്. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം അഗെയിൻ. ഞാൻ വീണ്ടും കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. പണ്ടത്തെ പോലെയല്ല. എന്താണ്, ഞാൻ ഈ സമയം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് വിഷമത്തോടുള്ള ഒരു കരച്ചിലല്ല. ഞാൻ എന്തായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കരച്ചിലായിരുന്നു. സന്തോഷത്തിന്റെ കരച്ചിലായിരുന്നു. I couldn't wait to tell grandpa and ran straight to the field. എന്താണ്, എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഞാൻ നേരെ എന്ത് ചെയ്തു? ഗ്രാൻഡ്പയുടെ അടുത്തേക്ക് ഫീൽഡിലേക്ക് ഓടി. വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ ഗ്രാൻഡ്പ, അവിടേക്ക് ഓടി എന്നാണ് പറഞ്ഞത്. ഐ ജോയിൻഡ് ഹിം ദ റോ വേർ ഹി വാസ് വർക്കിംഗ്. അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ കള വരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനും എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നു. ആൻഡ് വിത്തൗട്ട് സെയിങ് എനിത്തിങ്, ഒന്നും പറയാതെ തന്നെ ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒപ്പം ആ വർക്ക് ചെയ്യാൻ വേണ്ടി കൂടി. ഐ ക്രൗച്ചഡ് ഡൗൺ സ്റ്റാർട്ടഡ് പുള്ളിങ് അപ്പ് ദ വീഡ്സ് വിത്ത് മൈ ഹാൻഡ്സ്. എന്ത് ചെയ്തു? ഞാൻ ഓരോന്നായിട്ട് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് ചെയ്തു? ഞാൻ ഓരോ കളകൾ, വീഡ്സ് പറഞ്ഞാൽ കളകൾ എന്ത് ചെയ്തു? പറിച്ചെടുത്തു എന്റെ കൈകൾ കൊണ്ട്. ഗ്രാൻഡ്പ വർക്ക്ഡ് അലോങ് സൈഡ് മീ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. എന്താണ്, അദ്ദേഹം കുറെ സമയമായി എന്ത് ചെയ്തത്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്താണ്, കുറച്ച് സമയമേ ആയിരുന്നുള്ളൂ അദ്ദേഹത്തിനോടൊപ്പം ജോയിൻ ചെയ്തിട്ട്. അപ്പോഴാണ് അദ്ദേഹം എന്നെ കണ്ടത്. ആൻഡ് ഹി ഡിഡ്ന്റ് ആസ്ക് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. അദ്ദേഹം എന്ത് ചെയ്തില്ല? എന്നോടൊന്നും ചോദിച്ചില്ല എന്ത് പറ്റിയെന്നൊന്നും അദ്ദേഹം എന്നോട് ചോദിച്ചില്ല. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പൈൽ ഓർ വീഡ് ബിറ്റ്വീൻ ദ റോസ് ഐ സ്റ്റുഡ് എ ഫേസ്ഡ് ഹിം. എന്ത് ചെയ്ത്? അങ്ങനെ പറിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. ദ പ്രിൻസിപ്പൽ സെഡ് ഹീസ് മേക്കിംഗ് ആൻ എക്സെപ്ഷൻ ഫോർ മീ ഗ്രാൻഡ്പ. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ അദ്ദേഹത്തിന്, ഗ്രാൻഡ്പയോട് പറഞ്ഞു, എന്റെ പ്രിൻസിപ്പള് എന്റെ കേസിൽ ഒരു പ്രത്യേക തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചച്ച എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ആൻഡ് ഐ ആം ഗെറ്റിംഗ് എ ജാക്കറ്റ് ആഫ്റ്റർ ഓൾ. എന്തെന്ന്, അവസാനം എനിക്ക് എന്ത് ചെയ്യും അച്ചച്ച? ജാക്കറ്റ്, സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിക്ക് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. എന്താണ്, അവസാനം എല്ലാം
കേട്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. മീൻസ് അദ്ദേഹം പറഞ്ഞല്ലോ, പേ ചെയ്തിരുന്നെങ്കിൽ നിനക്കത് എന്താണ് കിട്ടുന്നത് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനത് എന്ത് ചെയ്തു, പ്രിൻസിപ്പലിനോട് പോയി പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത്, അദ്ദേഹം ഒരു എക്സെപ്ഷൻ തരാമെന്ന് പറഞ്ഞത് എന്നാണ് ആര് പറഞ്ഞത്, മാർത്ത ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞത്. Grandpa didn't say anything. He just gave me a pat on the shoulder and smiled. ഗ്രാൻഡ് ഫാദർ ഒന്നും പറയാതെ തന്നെ എന്ത് ചെയ്തു, എൻ്റെ ഷോൾഡറിൽ ഒന്ന് വെറുതെ തട്ടി. He pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat off his forehead. അദ്ദേഹം എപ്പോഴും കയ്യിൽ ഒരു റെഡ് കർച്ചീഫ് ചുരുട്ടിയിട്ട് വെക്കാറുണ്ടായിരുന്നു. ക്രംബിൾഡ് പറഞ്ഞ ചുരുട്ടി വെക്കാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ബാക്ക് പോക്കറ്റിൽ നിന്നും അദ്ദേഹം ആ ഹാൻഡ് കർച്ചീഫ് എടുത്ത് നെറ്റിയിലെ വേർപ്പ് തുടച്ചു മാറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്ത്, better go. See if you grandmother need any help with supper. അതായത് ഓക്കെ ശരി എന്ന രീതിയിൽ എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു, ഗ്രാൻഡ് മദറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പോയി ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ചെയ്തത്. I gave him a big grin. He didn't fool me. I skipped and ran back to the house whistling some silly tune. അതായത് എന്നെ കളിയാക്കാത്തതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ക്കൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കൊടുത്ത് എന്ത് ചെയ്തു, ഞാൻ സ്കിപ്പായി, ഞാൻ അവിടുന്ന് ഒഴിവായി പോയി. മീൻസ് വീട്ടിലേക്ക് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. സ്കിപ്ഡ് റാൻ ബാക്ക് ടു ദ ഹൗസ്, വീട്ടിലേക്ക് ഓടിപ്പോയി. വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. വിസിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിസിൽ വിളിക്കുക, അതായത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, വീട്ടിലേക്ക് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഈ ഒരു പാഠത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്.